ഹായ് ഓൾ. നമ്മൾ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അതായത് നമ്മൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാമ്പ്യൻഷിപ്പ് ഇറങ്ങല്ലോ, അപ്പോൾ അത് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിലിട്ട് വെക്കും, പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ സംഭവം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പിന് പുതിയ വിദ്യാർത്ഥികൾ ഇറങ്ങുമ്പോൾ അവർക്ക് പല സംശയങ്ങൾ, ആശങ്കകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പേരൻസിനൊക്കെ എപ്പോഴാണ് തുടങ്ങുക, എപ്പോഴാണ് കഴിയുക, എത്ര മണിക്ക് ഈ ഒരു ഫൈറ്റിങ് എന്നുള്ള പല സംശയങ്ങളുണ്ടാവും. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കുട്ടീൻ്റെ ഫൈറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നോ എപ്പോഴാണ് അവസാനിക്കാമെന്നോ അല്ലെങ്കിൽ ആ പ്രോഗ്രാം എപ്പോഴാണ് കഴിയുക ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോ കൺട്രോളിലാണ്. അവരെ കൺട്രോൾ മീൻസ് അവർക്കും അത് കൃത്യമായിട്ട് ഇന്ന സമയത്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചില വിദ്യാർത്ഥി ലേറ്റ് ആവുക, അങ്ങോട്ട് പല പല കാര്യങ്ങളുണ്ടാവും. 500ഓളം വിദ്യാർത്ഥികൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും അത്. അപ്പം ചിലപ്പോൾ ഫസ്റ്റ് ഫൈറ്റിന് നമ്മൾ കുട്ടീനെ ഫൈറ്റ് അയക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രാത്രിയൊക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പം നമ്മളവിടെ ചിലപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും, ചടഞ്ഞു കൂടി മുഷിഞ്ഞൊക്കെ ഇരിക്കേണ്ടി വരും. അത് നമ്മൾ നല്ല അവിടെ പരിപാടിക്ക് വരുന്ന ഒട്ടുമിക്ക ആളുകളെയും സ്ഥിതിയാക്കുക തന്നെയാണ്. ഇത്രയും കാലത്തിൽ ഞാൻ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പുകളൊക്കെ ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഒട്ടുമിക്ക ചാമ്പ്യൻഷിപ്പിൽ പോയി നമ്മൾ കുറേ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. പിന്നെ വിദ്യാർത്ഥി വിചാരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ പോവാന്ന്. അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കുക, അങ്ങനെ ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മൾ 10 കുട്ടികളായിട്ട് പോവുകയാണെങ്കിൽ, അപ്പോൾ ഒരു കുട്ടീനെ ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള 9 വിദ്യാർത്ഥികളും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കൈയടിക്കാനും അവരുടെ സപ്പോർട്ടിനൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് ആ കുട്ടി ഫൈറ്റ് കഴിഞ്ഞാലും മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും അവരുടെ കൂടെ അവർക്ക് വേണ്ടി കൈയടിക്കാനും ആർപ്പ് വിളിക്കാനൊക്കെ ഈ വിദ്യാർത്ഥികളും അവിടെ ആവശ്യമാണ്. അതല്ല, ഒരു കുട്ടി ഫൈറ്റിങ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാണെങ്കിൽ മറ്റുള്ള കുട്ടികൾ, അങ്ങനെ എല്ലാ കുട്ടികളും ചെയ്യുകയാണെങ്കിൽ അവസാനം വരുന്ന കുട്ടികളൊക്കെ അത് ഒറ്റപ്പെട്ട പോലെ ആവും. തിരക്കുകൾ എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ 2 ദിവസം ചാമ്പ്യൻഷിപ്പ് എടുക്കുന്ന 2 ദിവസം നമ്മളെല്ലാ തിരക്കുകളും മാറ്റിയേക്കുക, പിന്നെ ഇന്ന സമയത്ത് വന്ന് പോവാന്നുള്ള മനോഭാവം ഒന്നും വേണ്ട. കാരണം എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു നമുക്ക് യാതൊരു ഐഡിയ മീൻസ് കൃത്യമായിട്ട് സമയം പറയാൻ പറ്റില്ല. ചിലപ്പോൾ 9 മണിയാവാം, 10 മണിയാവാം, 11 മണിയാവാം, 12 മണിയാവാം, 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക്, രാത്രി പുലർച്ചെ 7 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ ചാമ്പ്യൻഷിപ്പുകൾ നടന്നിട്ടുള്ള പരിപാടികൾക്ക് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഒരു എക്സ്പീരിയൻസ് സംഭവം. എനിക്കറിയാം അത് ഇങ്ങനെ തന്നെ നടക്കുകയുള്ളൂ എന്ന്. അപ്പോൾ പല പേരൻസും കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പുകളും വിദ്യാർത്ഥികൾക്ക് പല ആശങ്കകളുണ്ടായിരുന്നു. ഇനിയും അതുണ്ടാവും, പല പുതിയ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത് മുമ്പേ എടുത്ത് വെക്കണ്ടായിരുന്നു, ഇപ്പോഴെങ്കിലും എടുത്ത് വെക്കാൻ അയച്ച്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ ക്ഷീണിച്ചിരിക്കേണ്ട സ്ഥിതി വരും. അത് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഓപ്പണൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥിയും അയാൾ അവിടെ ഇരിക്കുമ്പോൾ മറ്റേ വിദ്യാർത്ഥി അവിടെ തന്നെ ഉണ്ടാവും. ശരി, അപ്പോൾ നമുക്ക് മാത്രമല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവുക, എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അത് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇതിൽ ഒരു 95% ചാമ്പ്യൻഷിപ്പുകൾ ഇങ്ങനെ തന്നെ നടക്കുന്നത്. കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കുന്ന ഒരു സമ്പ്രദായം അവർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് അവരെ കുഴപ്പമില്ല, നമ്മളെ കുഴപ്പമില്ല, ആരെ കുഴപ്പമില്ല, അങ്ങനെ തന്നെയാണ് അതിൻ്റെ സിസ്റ്റം കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ചാമ്പ്യൻഷിപ്പിന് വരുന്ന വിദ്യാർത്ഥികളും അവരുടെ പേരൻസും എപ്പോഴും മനസ്സിലാക്കുക, ഇതങ്ങനെ തന്നെ ആയിരുന്നു. കുറച്ച് സമയം എടുക്കും. നമ്മൾ വിചാരിക്കുന്ന മാതിരി പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റിയ പരിപാടിയില്ല. ചിലപ്പോൾ കുറേ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ അവിടെ തന്നെ കിടന്നുറങ്ങും. ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എന്തായാലും ഉണ്ടാവും കാര്യങ്ങൾ. നമ്മൾ ചാമ്പ്യൻഷിപ്പിൽ പോകുന്ന ചില ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട്, കോഴിക്കോട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടുള്ള ചാമ്പ്യൻഷിപ്പുകളൊക്കെ ഉണ്ട്. കോഴിക്കോട് പുറത്ത് ഇരിക്കാനും കിടക്കാനും ഒന്നും സ്ഥലമില്ലാത്ത അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അധികം കോഴിക്കോട് തന്നെയുള്ള ചാമ്പ്യൻഷിപ്പുകൾ നമ്മൾ പോക്ക്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും പല ഡിലേ ആവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ പേരൻസും വിദ്യാർത്ഥികളും അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇതിന് തയ്യാറെടുത്തുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുത്തുകൊണ്ട് തന്നെ ചാമ്പ്യൻഷിപ്പുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ.